ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഐഡിയാസ്. ചെസ്റ്റ് റൗണ്ടിൻ്റെ അളവ് മാത്രം മതി ബ്ലൗസ് തയ്ക്കാനായിട്ട് എന്നുള്ള ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പാർട്ടിയിൽ അതിൻ്റെ കട്ടിങ്ങാണ് കാണിച്ചിരുന്നത്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മെയിൻ ടക്ക് അടിച്ചെടുക്കാം. 1.25 ഇഞ്ച് വീതമാണ് ടക്ക് ഡിസ്റ്റൻസ് കൊടുത്തിരുന്നത്. അതിൽ കൂടി അടിച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ആം ഹോൾ റൗണ്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ടക്കാണ് അടിച്ചു കൊടുക്കേണ്ടത്. അത് 1/4 ഇഞ്ച് വീതമുള്ള ടക്കുകളാണ്. 1/4 ഇഞ്ചിൻ്റെ കൂടെ ഒരു പോയിൻ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് അടിച്ചെടുക്കാം. അടുത്തത് ഹുക്ക് വയ്ക്കുന്ന ഭാഗത്ത്, ഹുക്ക് വയ്ക്കുന്ന സൈഡിലുള്ള ടക്കാണ് അടിച്ചു കൊടുക്കേണ്ടത്. അതും 1/4 ഇഞ്ച് വീതമുള്ള ടക്കുകളാണ്. ഇനി ഈ ഭാഗത്ത് നിന്നും ഉള്ള ടക്ക് കൊടുക്കാം. അതിന് 1/4 ഇഞ്ച് പോയിൻ്റ് ഒന്നും കൂടി ചേർത്ത് 3/4 ഇഞ്ച്, രണ്ട് ഭാഗവും കൂടി 3/4 ഇഞ്ചാണ് വരുന്നത്. അത് അടിച്ചെടുക്കാം. അതിന് ശേഷം കുറച്ച് ഭാഗമൊക്കെ കയറി ഇറങ്ങിയോ അങ്ങനെ അടിയിൽ വരുന്ന ഭാഗമുണ്ടെങ്കിൽ അത് നമ്മൾക്കൊന്ന് പതുക്കെ കത്രിക വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കാം. ഇനി ബെൽറ്റാണ് കൊടുക്കേണ്ടത്. ബെൽറ്റിന് നമ്മൾ പീസാക്കി 3 6 പീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ അടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് വെട്ടിയെടുക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒരടിപ്പടിച്ച് പിന്നീട് ആ തുണിയിൽ ഒന്നിനെ മാത്രം മടക്കി പതിച്ചടിച്ചെടുക്കണം. രണ്ട് ഭാഗവും ഇതിലൊരു ഭാഗം മാത്രം ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ മറ്റേ പട്ടയും മറ്റേ ബെൽറ്റും ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾക്കതൊന്ന് കറക്റ്റ് ചെയ്ത് മുറിച്ചെടുക്കാം. 3 ഇഞ്ച് വീതമാണ് ബെൽറ്റിൻ്റെ ഈ ഹുക്ക് വയ്ക്കുന്ന ഭാഗത്തും അരയുടെ സൈഡ് ഭാഗത്തും നീളം വേണ്ടത്. അപ്പോൾ അടിച്ചു പോകാനായിട്ട് 1/4 ഇഞ്ചും കൂടി വിട്ട് 3.25 ഇഞ്ചിൽ നമുക്കത് മാർക്ക് ചെയ്യാം. അവിടെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. 2 സൈഡിലും 3.25 ഇഞ്ചിൽ. 8 ഇഞ്ചാണ് ഫ്രണ്ട് ഭാഗത്ത് വേസ്റ്റിൻ്റെ നീളം പറഞ്ഞിട്ടുള്ളത്. അപ്പം 1/4 ഇഞ്ച് കൂടുതലിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം ആ കർവ് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കാലിഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നവർക്ക് 1/4 ഇഞ്ചും 1/2 ഇഞ്ച് ഇട്ടാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കാം. ഞാനിവിടെ 1/4 ഇഞ്ച് ആണ് കൊടുക്കുന്നുള്ളൂ. അതാണ് 3.25 ഇഞ്ച് കൊടുത്തത്. അങ്ങനെ 2 എണ്ണം തയ്ച്ചെടുത്തു. 2 ബെൽറ്റും തയ്ച്ചെടുത്തു. ഇനി നമുക്ക് അത് വെച്ച് നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കാം. ആ ടക്കിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി വെച്ച് കൊടുക്കുക. രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ മറ്റു ഭാഗത്തും ഇതുപോലെ തന്നെ ബെൽറ്റ് പിടിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സൈഡിൽ ഹുക്ക് വയ്ക്കുന്ന ഭാഗത്ത് ഹുക്ക് വയ്ക്കാനുള്ള പട്ടയും മറുഭാഗത്ത്
ഹോൾ ഇടാനായിട്ട് നമ്മൾ ഹുക്ക് കൊളുത്താനുള്ള ഐ ഹോള് അല്ലെങ്കിൽ ഹുക്ക് ഇടാൻ പാകത്തിനുള്ളത് ഹോളിട്ട് കൊടുക്കുമല്ലോ, 1.5 ഇഞ്ച് വീതി തയ്ച്ചെടുക്കാം. പട്ടയാണ് പീസാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഒരു 1/4 ഇഞ്ച് മടക്കി അടിച്ചെടുക്കാം. അതിനെ ബ്ലൗസിൻ്റെ വലത്ത് ഭാഗത്ത് പൊട്ട വശത്ത് ചീത്ത വശത്ത് വെച്ച് മടക്കി അടിച്ചെടുക്കാം. ഇതാണ് ബ്ലൗസിൻ്റെ ഹുക്ക് കൊളുത്തുന്ന ഭാഗം. ഹുക്ക് ഉള്ള ഭാഗമല്ല, ബ്ലൗസിൻ്റെ ഹുക്ക് കൊളുത്തുന്ന ഐ ഹോള് ആ വരുന്ന ഭാഗം. അതിനെ ഇനി അടിച്ച് മറച്ച് നല്ല ഭാഗത്തേക്ക് മറച്ച് ഹുക്കിടാൻ പാകത്തിനുള്ള ഹോളുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് അടിച്ചു. ഇനി അത് ഫ്രണ്ട് നല്ല ഭാഗത്തേക്ക് മറച്ച് അതിൽ കൂടി സ്റ്റിച്ച് കൊടുത്ത് ഹുക്കിടാൻ പാകത്തിനുള്ള ഹോളുകൾ ഉണ്ടാക്കുകയാണ്, അടിച്ചെടുക്കുകയാണ്. അതിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാം. കൈകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട് തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. പ്രായമായവർക്കൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം. ഇത് കുറച്ചൊരു എളുപ്പപ്പണി കൂടിയാണ്. എന്നാലും അങ്ങനെ പറഞ്ഞു പോവുകയോ മറ്റൊന്നുമില്ല, ഈട് നിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അടിഭാഗം വരുമ്പോൾ അതൊന്ന് ഉള്ളിലേക്ക് മടക്കി പുറത്തേക്ക് അതിൻ്റെ ഭാഗങ്ങളൊന്നും നിൽക്കാതെ ഒന്ന് അടിച്ച് കൊണ്ട് അവിടെ നിർത്തി അതിന് ശേഷം ഒന്ന് തിരിച്ച് അടിച്ചെടുത്ത് കെട്ടിട്ട് കൊടുത്ത് നിർത്തണം. ഇനി ഫ്രണ്ട് പാർട്ടിൽ ഇടത്തെ ഭാഗത്തെ ഹുക്ക് വയ്ക്കുന്ന പട്ട നമുക്ക് വെച്ച് പിടിപ്പിക്കാം. അതിനായിട്ടൊരു 1.25 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്ത് നല്ല ഭാഗത്ത് തന്നെ അരഭാഗത്ത് ആ തുണീനെ കുറച്ചൊന്നുള്ളിലേക്ക് മടക്കി 1/4 ഇഞ്ച് വീതം അടിച്ച് എടുക്കണം. നമ്മൾ ബ്ലൗസിൽ കട്ട് ചെയ്ത സമയത്ത് 1/4 ഇഞ്ചാണ് ഹുക്ക് ഹുക്ക് വയ്ക്കാനുള്ള ഭാഗത്ത് എക്സ്ട്രാ കൊടുത്തിരുന്നത്. അതിന് ശേഷം അതിന് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പതുക്കെ കുറച്ച് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കണം. കണ്ടോ, മടക്കി അടിച്ചു കൊടുക്കണം. പിന്നീട് അതിനെ വീണ്ടും ഒരു മടക്ക് കൂടി മടക്കിയാലാണ് അത് നല്ല കട്ടിയിൽ ഹുക്ക് വെച്ച് ഇങ്ങനെ വലിച്ച് വരുമ്പോൾ പറഞ്ഞു പോകാത്ത രീതിയിൽ നിൽക്കുള്ളൂ. കണ്ടോ, അങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒരു അടിപ്പ് കൂടി നമുക്ക് കൊടുക്കാം. നന്നായി വലിച്ച് പിടിച്ച് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചുളിവുകൾ വീഴാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ആ എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് കളയാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം രണ്ടും അടിച്ചു കഴിഞ്ഞു. ഇനി ബാക്ക് ഭാഗമാണ്. ഇനി നമുക്ക് അതടിക്കാം. ബാക്ക് ഭാഗം അടിയിൽ വേസ്റ്റ് ഭാഗത്ത് ഹാമിങ് ചെയ്യാനായിട്ടുള്ള ഒരു പീസ് തുണി 1.5 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട്. അതിനെ ഒരു 1/4 ഇഞ്ച് മടക്കി അടിച്ചു കൊടുക്കണം. ബാക്ക് ഭാഗം ഫ്രണ്ട് പാർട്ടിനേക്കാൾ 1 ഇഞ്ച് കുറവാണ്. അതായത് 7 ഇഞ്ച് വീതം 7 × 2 അങ്ങനെ 14 ഇഞ്ച് വീതിയാണ് കൊടുത്തിട്ടുള്ളത്.
നമുക്ക് ആ പട്ടേനെ ആ പീസ് തുണിയെ ബാക്കിൽ ഹാമിങ് ചെയ്യാനായിട്ട് ഒരടിപ്പ് അടിച്ച് കൊടുത്തതിന് ശേഷം അതിനെ മടക്കി ഒന്ന് പതിച്ചടിക്കാം. ഇനി നമ്മൾക്കത് ഹാമിങ് ചെയ്യാനുള്ളതാണ്. ബാക്കി വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കാം. ഷോൾഡറിനായിട്ട് 1/2 ഇഞ്ചാണ് ഞാനിട്ടിരുന്നത്. അതും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ എങ്ങനെയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ 1/2 ഇഞ്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗവും 2 ഷോൾഡറിൻ്റെ ഭാഗവും അടിച്ചു കൊടുക്കാം. രണ്ടടിപ്പ് വീതം കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരുന്നു. കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് തയ്ക്കുന്ന സമയത്ത് ചെയ്യാമെന്നാണ് നമ്മൾ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് നമുക്ക് 1/4 ഇഞ്ച് ഒന്ന് മടക്കി സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കണം. ലൈനിങ് ബ്ലൗസിന് ഒരുമിച്ച് അടിച്ചാൽ മതിയാവും. അതായത് നല്ല ഭാഗത്ത് ലൈനിങ് ഭാഗവും വെച്ച് അടിച്ച് മറിച്ച് കൊടുക്കാം. പക്ഷേ ഇത് ലൈനിങ് ബ്ലൗസ് അല്ലാത്തതുകൊണ്ട് ഇതുപോലെ 1/4 ഇഞ്ച് അടിച്ച് മടക്കി ഇനി ഇത് ഹാമിങ് ചെയ്യാനുള്ളതാണ്. ഈ സ്റ്റിച്ച് നമുക്ക് പിന്നീട് ഹാമിങ് ചെയ്തതിന് ശേഷം അഴിച്ചു കളയാവുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റേ കൈയിലെ മറ്റേ സ്ലീവും നമുക്ക് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത്, അതായത് ആം ഹോൾ റൗണ്ടിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്ത് അത് മാർക്ക് ചെയ്യാം. ഇനി അത് കുഴിച്ച് വെട്ടിയെടുക്കാം. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു കട്ടിങ് മാർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഫ്രണ്ട് ഭാഗം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ 2 ഭാഗവും ഫ്രണ്ട് ഭാഗം ബാക്കിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിഗാളിൻ്റെ ഭാഗം, അതായത് ആം ഹോൾ റൗണ്ട് വലിഞ്ഞിരിക്കും. ഇനി നമുക്ക് കണ്ടോ ഒരു ചെറിയ കട്ടിങ് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവ് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാം. 8 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട്. ഇനി സ്ലീവ് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാണ്. ഫുള്ള് വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണ് കൈക്കുഴി കട്ട് ചെയ്യുന്ന ഭാഗം വീഡിയോയിൽ മിസ്സായത് കാണുന്നത്. പിന്നീട് രണ്ടാമത് അത് കട്ട് ചെയ്ത് കൂട്ടിച്ചേർത്തതാണ്. സ്ലീവ് റൗണ്ട് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ബോഡി പാർട്ട് നമുക്ക് ജോയിൻ്റ് ചെയ്യാം. അതിനായിട്ട് ബാക്ക് ഭാഗത്ത് പതുക്കെ ഒന്ന് മറിച്ചാൽ നമ്മൾ കട്ടിങ് മാർക്ക് കൊടുത്തിട്ടുള്ളത് കാണാൻ പറ്റും. അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് അതിലൂടെ അടിച്ചെടുക്കാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ടേപ്പ് എടുത്ത് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗമായ 9.25 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലൂടെ വേസ്റ്റ് വരെ നമുക്ക് അടിച്ചെത്തിക്കാം. വേസ്റ്റിൽ ഫ്രണ്ട് പാർട്ടിൽ 8 ഇഞ്ചും ബാക്കിൽ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തും അതിലേക്ക് വേണം അടിച്ച് എത്തിക്കാനായിട്ട്. അളവുകളെല്ലാം നമ്മൾ കട്ടിംഗ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി വേസ്റ്റ് ആയിട്ടുള്ള നൂലുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി
സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്കൊന്ന് അളന്ന് നോക്കാം. 5 ഇഞ്ചായിരുന്നു നമ്മൾ സ്ലീവിനായിട്ട് എടുത്തിരുന്നത്. കറക്റ്റ് 5 ഇഞ്ച്. ഇനി കഴുത്ത് ഹാമിങ് ചെയ്യാനായിട്ടുള്ള ക്രോസ് പീസ് എടുത്ത് അടിച്ച് പിടിപ്പിക്കണം. അത് 4 ഇഞ്ചാണ് നമ്മൾ കൂടുതലായിട്ട് കഴുത്തിന് ഇട്ടിട്ടുള്ളൂ. ഇതിനെ അടിയിലേക്ക് ഒന്ന് മടക്കി അതിൻ്റെ മുകളിലൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ആ അടിച്ചതിനെ ഒന്നുകൂടി ഒരു മടക്ക് കൂടി മടക്കി വീണ്ടും അതിൻ്റെ മുകളിൽ കൂടി പതിച്ചടിക്കണം. പതിച്ചടിച്ചെടുത്ത് കഴുത്തിൻ്റെ ഹാമിങ് ചെയ്യാനുള്ള ഭാഗത്തിനാക്കി എടുക്കാം. പൈപ്പിംഗ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ചെയ്യാനായിട്ട് വേറൊരു തുണി എടുത്ത് പൈപ്പിംഗ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ പ്ലെയിൻ ബ്ലൗസ് ആയതുകൊണ്ട് ഹാമിങ് ചെയ്യുന്നത് സെയിം കളർ തന്നെ വെച്ച് സെയിം കളറ് ക്രോസ് പീസ് എടുത്ത് ഹാമിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ബാക്കി വരുന്ന അടിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് കത്രിക എടുത്ത് നമുക്കൊന്ന് വെട്ടിക്കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിതൊന്ന് അടിച്ചു നോക്കണം, ഈ അളവ് വെച്ചൊന്ന് അടിച്ചു നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.